ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ചിൻ്റെ ഒരു റെസിപ്പി കാണാം. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ. ഇത് നമ്മൾ 1 കപ്പ് മൈദ, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 2-3 വട്ടം അരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വട്ടം അരിച്ചിട്ട് ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് പിന്നെ ആവശ്യം 4 കോഴിമുട്ടയാണ്. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരു തുള്ളി പോലും ഉണ്ടാകാൻ പാടില്ല. അത്രയും നീറ്റായിട്ടുള്ള ബൗളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് വേണ്ടത്. വാനില എസൻസ് ഞാൻ യൂസ് ചെയ്യുന്നത് ബുഷിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. ഞാൻ ഓരോ ബ്രാൻഡ്സിൻ്റെയും ഫോട്ടോസ് ഞാൻ വീഡിയോൻ്റെ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക കേട്ടോ. നല്ല ബ്രാൻഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ബ്രാൻഡുകളാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഇങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമല്ലോ. ഈ ഒരു പതഞ്ഞ് വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ പൊടിക്കാതെയും പൊടിച്ചിട്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഷുഗറാണ്. കാരണം ഞാൻ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ക്രിസ്റ്റൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഫസ്റ്റ് എപ്പോഴും പൊടിച്ചിട്ട് തന്നെയാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് കേക്കിലേക്ക്. എപ്പോഴും ബിഗിനേഴ്സ് എന്ത് ചെയ്യുക, ഷുഗർ പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈം അറിയില്ല, എത്ര സമയം കൊണ്ടാണ് ഈ ഒരു എഗ്ഗ് ബീറ്റായി വരിക, അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്നൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഒരു കളർ വരുമ്പോഴത്തേന് നിങ്ങൾ എന്ത് ചെയ്യും, ബീറ്റിങ് നിർത്തിയിട്ട് അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് മിക്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും പൊടിച്ചത് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും ബിഗിനേഴ്സിന് ബെറ്റർ കേട്ടോ. നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ടാവും ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ചിലർ പറയും ചെയ്യും കേട്ടോ, പറയാത്തവരുണ്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ക്രിസ്റ്റൽ യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴാണ്. സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ ഈ ഒരു ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടില്ല, ക്രിസ്റ്റൽ ഷുഗർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പൊടിച്ചത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് മുതലേ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യൽ തുടങ്ങിയത്. ഓക്കെ, നമുക്ക് കണ്ടില്ലേ, എഗ്ഗ് ഇങ്ങനെ ബീറ്റായി വരും തോറും നമ്മൾ എഗ്ഗ് എന്ത് ചെയ്യാണ്, കട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കട്ടി വന്നിട്ട് ഒരു റിബൺ ടെക്സ്ചർ എത്തും. അതായത് റിബൺ കൺസിസ്റ്റൻസിയിലാവും. അത് നമ്മളിങ്ങനെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെയാണ് ഈ എഗ്ഗ് വീഴുക. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കേക്ക് അത്രയും സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടുക, ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടുന്നത് എന്തിലൂടെയാണ്, ഈ ഒരു എഗ്ഗ് ബീറ്റ് ആവുന്നതിലൂടെയാണ്. പിന്നെ അത് മാത്രമല്ല, ഓവർ ബീറ്റ് ആയാലും നമ്മുടെ എഗ്ഗ് എന്ത് വരും, നമ്മളെ എഗ്ഗ് എന്തായി പോവും, താഴ്ന്നു പോവും. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1/4 കപ്പാണ്. ഇതിലൊരു പകുതി, ഹാഫ് കപ്പാണ്. 1/4ൻ്റെ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1/4 കപ്പിൻ്റെ പകുതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്യാൻ പാടുള്ളൂ, ബീറ്റ് ചെയ്യണ്ട കേട്ടോ. കാരണം അത് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആകുമ്പോൾ അതിൻ്റെ ടൈം അറിയില്ല, എത്ര ടൈമിലാണ് നമ്മൾ നിർത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു സ്പാച്ചുലർ വെച്ചിട്ട് മിക്സ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് ഈ ഒരു പൗഡേഴ്സ്, അതായത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ മൈദയുടെ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ ഇട്ട് കുത്തിക്കലക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക്, നമ്മൾ എഗ്ഗ് പൊന്തി വന്നില്ലേ, അതൊക്കെ താഴ്ന്നു പോയിട്ട് കേക്ക് ഭയങ്കര ഹാർഡാവും, കേക്ക് സോഫ്റ്റ് ആവില്ല, ഭയങ്കര ഇതാവും. ഇപ്പം ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടുക, കാരണം ഇത്രയും സ്പീഡിൽ ഇളക്കരുത് കേട്ടോ. നമ്മൾ എല്ലാ മിക്സും ചേർത്തിട്ട് ഈ ഒരു ടെക്സ്ചർ എത്തിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തന്നെ പാല് വേണമെങ്കിൽ പാല്, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ചിലർക്ക് പാൽ അലർജി ഉള്ള ആളുകളുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യുക, നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം വെള്ളം യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഹൈ ടിന്നാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിന്നിൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, 180 ഡിഗ്രി സെൽഷ്യസ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ ഈ ഒരു ടിൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ കേക്ക് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.